സിപിഎമ്മിലെ കത്ത് ചോർച്ച വിവാദത്തിൽ പരസ്യ പ്രതികരണം വേണ്ട എന്ന് സംസ്ഥാന നേതൃത്വത്തിനോട് പൊളിറ്റ് ബ്യൂറോ. പിബിയുടെ നിർദ്ദേശപ്രകാരമാണ് വ്യവസായി മുഹമ്മദ് ഷർഷാദിനെതിരെയുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ നിയമ നടപടിയും. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വൈരാഗ്യം പാർട്ടിയെ കരുവാക്കിയെന്നാണ് എം.വി. ഗോവിന്ദൻ പോളിറ്റ് ബ്യൂറോയിൽ അറിയിച്ചത്. വിവാദങ്ങൾ നിലനിൽക്കെ ഇന്ന് തലസ്ഥാനത്ത് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും ചേരുകയാണ്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ഉണ്ട്. ടിൻഡു, എങ്ങനെയെങ്കിലും ഈ വിഷയം ഒന്ന് അവസാനിപ്പിക്കണം, അതിനു വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് ഗോവിന്ദനും പരിവാരങ്ങളും. എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് രാഖി. വലിയ രീതിയിലുള്ള വിവാദമാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. ഈ സാഹചര്യത്തിനിടയിലാണ് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 2022 വ്യവസായി കൂടിയായിട്ടുള്ള മുഹമ്മദ് ഷർഷാദ് ഈ പരാതിയും മറ്റു വിഷയങ്ങളും പാർട്ടി അറിയിക്കുന്നതോടൊപ്പം തന്നെ അന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള KK രാജേഷിനും ഈ പരാതി കൈമാറിയിട്ടുണ്ടായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഈ പരാതി പാർട്ടിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ചർച്ച ചെയ്തതിനു ശേഷം ഈ പരാതി പൂഴ്ത്തിവെച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2022 വിഷയങ്ങളൊക്കെ പ്രധാനമായും ചർച്ച ചെയ്യുകയും ആ പരാതി പിന്നീട് മാറ്റുകയും ചെയ്യുമ്പോൾ പിന്നീട് ആ പരാതി തന്നെ ഈ ഡിഫാമേഷൻ കേസിൽ തെളിവായി എടുത്തുകൊണ്ട് വരിക എന്ന് പറയുന്നത് ഈ പരാതി അവിടെ സൂക്ഷിച്ചിരുന്നത് കൊണ്ടാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് 2025 മധുരൈ പാർട്ടി സമ്മേളനത്തിൽ വെച്ച് പാർട്ടി കോൺഗ്രസിൽ വെച്ച് അശോക് ധാവലയെ ഒരു പാർട്ടിയുടെ ലോക്കൽ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയിൽ മാത്രം അംഗമായിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ വ്യവസായി ആയിട്ടുള്ള ഒരാൾ അശോക് ധാവലയെ പോലെ ഒരാളെ നേരിട്ട് കാണണമെങ്കിൽ അതിന് പാർട്ടിക്കുള്ളിൽ നിന്ന് സംസ്ഥാന നേതൃത്വത്തിനുള്ളിൽ നിന്ന് തന്നെയുള്ളൊരു വ്യക്തി സഹായിച്ചിരിക്കണം. കാരണം 2018 മുഹമ്മദ് ഷർഷാദിനും കുടുംബത്തിനും പാർലമെൻറ്റ് കാണാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തത് PK ബിജുവിൻ്റെ PAയും അതോടൊപ്പം തന്നെ അന്ന് ലോക്കൽ ഗവൺമെൻറ് സെക്രട്ടറി അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്ന M.V. ഗോവിന്ദൻ്റെ മകൻ ശ്യാംചത്തും ചേർന്നാണ്. അത്തരത്തിൽ പാർലമെൻറ്റ് കാണാൻ വേണ്ടി സൗകര്യം ഉണ്ടാക്കി കൊടുത്ത നേതൃത്വമുള്ള ഒരു പാർട്ടി കൂടിയാണ് CPM പാർട്ടി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അശോക് ധാവലയെ കാണാനായിട്ട് സഹായിച്ചത് ആര് എന്നൊരു ചോദ്യം ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. രാജേഷ് കൃഷ്ണയ്ക്ക് പുറമെ പാർട്ടിയിൽ നിന്ന് രാജേഷ് കൃഷ്ണയ്ക്കും ഈ ശ്യാംചത്തിനും പുറമെ പാർട്ടിയിൽ നിന്നും ആരാണ് PB നേതൃത്വത്തിലുള്ള ഒരു നേതാവിനെ കാണാൻ വേണ്ടി സൗകര്യം ഒരുക്കി കൊടുത്തത്? അതായത് ഈ അശോക് ധാവലയ്ക്ക് പരാതി നൽകണമെങ്കിൽ അത് വെറും ഒരു പാർട്ടിക്കാരനായാൽ പറ്റില്ല, അങ്ങനെ തന്നെയല്ലേ ടിൻഡു? തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. ഒരു PB അംഗത്തിന് ഒരു പരാതി നൽകണമെങ്കിൽ അത് നേരിട്ട് കണ്ട് പരാതി നൽകണമെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിനുള്ള ഒരാളെ സഹായിച്ചിരിക്കണം. അത് ആര് എന്ന് പാർട്ടി വിശദമായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. 2022 തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ കാര്യം അറിയുകയും അത് വലിയ രീതിയിൽ പരിഹരിക്കപ്പെടാനായിട്ട് പാർട്ടിയിൽ ചർച്ച നടത്തുകയും ചെയ്യുന്നു. ഇത് പുറം ലോകം അറിയാതെ മറച്ചു വെക്കുന്ന സാഹചര്യം വരികയും പിന്നീടും KK രാജേഷ് പാർട്ടി നേതാക്കന്മാരോട് സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്ന കണ്ട അസഹിഷ്ണുത പൂണ്ട മുഹമ്മദ് ഷർഷാദ് വീണ്ടും പരാതി കൊടുക്കുകയായിരുന്നു 2025. ആ പരാതി കൊടുത്ത ആളിനെ ആരാണ് മുഹമ്മദ് ഷർഷാദിനെ സഹായിച്ചതെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെയെങ്കിൽ പാർട്ടിക്ക് അത് വലിയ രീതിയിൽ ദോഷം വരുന്ന കാര്യമാണ്. കാരണം ഈ ഒരു സാഹചര്യത്തിൽ രണ്ട് വ്യവസായികൾ തമ്മിലുള്ള കുടിപ്പക അത് പാർട്ടിയെ കാര്യമായി ബാധിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന പോളിറ്റ് ബ്യൂറോ അത് ചർച്ച ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വ്യക്തമായ മറുപടിയില്ലാതെ മാധ്യമങ്ങളോട് പ്രതികരിക്കരുതെന്നും ഈ വിഷയത്തിൽ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് PB ഉപദേശിച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് ഈ പറയുന്ന പോലെ ജനറൽ സെക്രട്ടറിക്ക് CPM ജനറൽ സെക്രട്ടറിക്ക് ഈ പരാതി മുഹമ്മദ് ഷർഷാദ് നേരിട്ടല്ല നൽകിയിട്ടുള്ളത്, രണ്ടാമത് നൽകിയിട്ടുള്ളത് ഇമെയിൽ മുഖാന്തരമാണ്. ആ ഇമെയിലും ചോർന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പാർട്ടിക്ക് നൽകുന്ന രഹസ്യമായ പരാതികളൊക്കെ ചോരുന്നത് കാരണം പാർട്ടിക്ക് ഉൾപാർട്ടി രാഷ്ട്രീയം തന്നെയാണ്. കണ്ണൂരിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കളായിട്ടുള്ള P. ജയരാജനും EP ജയരാജനും ഒക്കെ പ്രതികരിച്ചിട്ടുള്ളത് അത് എന്ത് തന്നെ ആയാലും പരിശോധിക്കപ്പെടണം. വ്യക്തിപൂജകൾക്ക് അല്ലെങ്കിൽ വ്യക്തി രാഷ്ട്രീയങ്ങൾക്ക് പുറമെ വ്യക്തി വൈരാഗ്യങ്ങൾക്ക് പുറമെ പാർട്ടിയെ ബാധിക്കുന്ന വിഷയമാണെങ്കിൽ അത് പരിഹരിക്കപ്പെടണമെന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം സിപിഎമ്മിലെ കത്ത് ചോർച്ച വിവാദത്തിൽ പരസ്യ പ്രതികരണം വേണ്ട, ഈ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സംസ്ഥാന നേതൃത്വത്തിനോട് പൊളിറ്റ് ബ്യൂറോ. എങ്ങനെയെങ്കിലും ഈ വിഷയം ഒന്ന് അവസാനിപ്പിക്കണം. പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ചർച്ചയാകും, ഉറപ്പായിട്ടും കൂടുതൽ പ്രതികരണങ്ങൾ വരും. അതുകൊണ്ട് അതൊന്നും വേണ്ട എന്ന് അന്ത്യശാസനമാണ് പൊളിറ്റ് ബ്യൂറോ നൽകുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഷർഷാദിനെതിരെയുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ നിയമ നടപടിയും അതോടുകൂടി കെട്ടടങ്ങും എന്നുള്ളതാണ്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വൈരാഗ്യം പാർട്ടിയെ കരുവാക്കി എന്നാണ് M.V. ഗോവിന്ദൻ പോളിറ്റ് ബ്യൂറോയിൽ അറിയിച്ചത്. വിവാദങ്ങൾ നിലനിൽക്കെ ഇന്ന് തലസ്ഥാനത്ത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും ചേരുകയാണ്. ടിൻഡു ദാസാണ് വിശദാംശങ്ങൾ നൽകിയത്.